ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു ഈവനിങ് വാക്കിന് ഇറങ്ങാൻ പോവാണ്. നിങ്ങൾ പഴയ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് കാണാത്തവർ നിങ്ങൾ ഇപ്പുറത്ത് പോയിട്ട് കാണാം, ലിങ്കൊക്കെ കൊടുക്കാം ഞങ്ങൾ. പിന്നെ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്, അന്നത്തെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടെ കുറേ സൂര്യകാന്തിയുള്ള പിന്നെ സ്ഥലം. അന്ന് പക്ഷേ നമുക്കത് എടുക്കാനായിട്ട് മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വാടിപ്പോയി. അത് വാടിപ്പോയി. ഇനി ഒന്നോ രണ്ടോ ഇതളുകളൊക്കെ അതിലുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഇവനെ പിന്നെ എയർപോർട്ടിൽ പിക്കപ്പ് ചെയ്യാനായിട്ട് പോയപ്പോൾ പുതിയൊരു സൂര്യകാന്തി പാടം അവിടെ കണ്ടു എടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ ട്രിപ്പ് അങ്ങോട്ടാണ്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഓക്കെ. അതിന്റെ ഇപ്പുറത്ത് തന്നെ വേറെ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. നമുക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് കയറി ഷൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം അതിന് മുന്നേ ഒരു കാര്യം, നമ്മൾ അന്ന് മാക്രമ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ നൂലുകൾ ഞാൻ ഷെൽഫിൽ വെച്ചത്. അപ്പോൾ അത് ഉണ്ടാക്കിയതാണ്. വലിയ ഭംഗിയൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നൂല് തികയൂലായിരുന്നു. അപ്പം ഞാൻ പിന്നെ എൻ്റെതായിട്ടുള്ളൊരു രീതിയിൽ ഉണ്ടാക്കിയതാണിത്. പിന്നെ ഞങ്ങൾ കുറച്ച് ആമസോണിൽ നിന്ന് കുറച്ച് ഫ്രെയിമുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളിവിടെ തൂക്കിയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് വരച്ചാണ് കേട്ടോ. ഈ ഒരു താജ്മഹലിൻ്റെ ഒരു ഇത് പേന കൊണ്ട് വരച്ചാണ്. ബ്ലാക്ക് പേന കൊണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു സ്ഥലത്തായിട്ട് കുറച്ച് ഫ്രെയിം കൊടുത്ത് ഈ ഒരു സിമ്പിൾ പെയിന്റിങ്ങും ഞങ്ങളുടെ പഴയ ഫോട്ടോ ഒക്കെ കൊണ്ട് ചെയ്തതായിരുന്നു. പിന്നെ ഇവിടെ ഒരു എൻ്റെ ഫ്രണ്ട് രഞ്ജിത്ത് എന്ന് പറയുന്നത്, അവനും പിന്നെ അവര് രണ്ടുപേരുള്ള ഫോട്ടോ. പിന്നെ വേറൊരു പിക്ക് കൂടെ ഉണ്ട്. ഏകദേശം ഒരു 12 സെറ്റായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പോവാം. ജസ്റ്റ് ഞാൻ ഇവിടെ ഇങ്ങനെ കണ്ടപ്പോൾ കാണിച്ചതാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശത്ത് എനിക്ക് തോന്നിയ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ക്ലൈമറ്റ് മാറുന്നതിനേക്കാൾ മുന്നേ ചെറിയ നോട്ടീസൊക്കെ തന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ ക്ലൈമറ്റ് മാറാം. ഇപ്പം നമ്മുടെ വിൻ്റർ സീസൺ തുടങ്ങുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഒക്ടോബർ തൊട്ടിട്ട് ലാസ്റ്റ് ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവുമല്ലോ, കുറച്ചൊരു തണുപ്പ് കൂടിയിട്ട്. ഇവിടെ നവംബർ 1 ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പിന്നെ അങ്ങനെതായി എടുത്തിട്ട മതിയായിരുന്നു ക്ലൈമറ്റ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനും പിന്നെ ചുണ്ടിനൊക്കെ ആയിട്ട് ആ ഒരു തണുപ്പിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. പിന്നെ വേറെന്താ, ഇനി എന്നാ നമുക്ക് പുറപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്കിംഗ് ഏരിയ കേട്ടോ. അപ്പം അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്ന ആ ഒരു കാട് പിടിച്ച സ്ഥലം ഗുൽബർഗ യൂണിവേഴ്സിറ്റിൻ്റെ സ്ഥലമാണ്. എൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ കുറച്ചൊരു കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലതാണെങ്കിൽ. പക്ഷേങ്കിൽ ഇവിടുത്തെ മണ്ണിൽ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല. അപ്പം കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും. നല്ലതാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ശരി. അപ്പോൾ നമ്മൾ പോകുന്ന ഈ എൻട്രൻസിൻ്റെ ഇപ്പുറത്തായിട്ട് ഇവിടെ നന്നായിട്ട് വളരുന്ന ഒരു ഫ്രൂട്ടാണ് പോംഗ്രാനൈറ്റ്, നമ്മുടെ ഉറുമാമ്പഴം. പിന്നെ അപ്പം അതാണ് ഈ ഒരു വളർന്നിട്ടുള്ളത്. കണ്ടില്ലേ, ഇതൊക്കെ പിന്നെ നമ്മുടെ ഉറുമാമ്പഴത്തിൻ്റെ മാതളെന്ന് പറയും. നമ്മുടെ സൗത്ത് സൈഡിലൊക്കെ മാതളെന്ന് പറയും. പിന്നെ അതാണ് ഈ ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നന്നായിട്ട് വലുതാവുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ കായാവുന്നത്. ഇപ്പം വലിയ പഴമൊന്നുമില്ല.
നമ്മൾ ചെണ്ടുമല്ലി തോട്ടത്തിലെത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചെണ്ടുമല്ലികൾ. രണ്ട് കളർ വേരിയൻ്റാണ് ഇവിടെ ഉള്ളത്. ഒന്ന് നമ്മുടെ യെല്ലോയും പിന്നെ ഓറഞ്ച് കളറുമായിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിന്ന് ഇതിൻ്റെ വിൽപ്പനയും കൂടെ ഉണ്ട്. പൂജ ആവശ്യങ്ങൾക്കും അതേപോലെ തന്നെ മാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് വലിയൊരു പരുത്തി കൃഷിയുടെ സ്ഥലമുണ്ട്. ഇതാണ് പരുത്തി. ഏകദേശം നമ്മുടെ നാട്ടിലത്തെ വെണ്ടയുടെ ഇലയോട് പിന്നെ സാമ്യമുള്ളൊരു ഇലയാണ് ഇതിൻ്റെത്. ശരിക്കിത് നമ്മുടെ കോട്ടൺ തന്നെ കേട്ടോ. നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്ന കോട്ടൺ ഇല്ലേ, അത് തന്നെയാണ് ഈ സാധനം. ഇതൊന്ന് റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാവുമെന്ന് വിചാരിക്കുന്നു. ആ ഒരു ടൈപ്പ് തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും പരുത്തി വളരുന്നത് നല്ല ബ്ലാക്ക് സോയിലാണ്. ഇവിടെ ഉള്ളതും നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ബ്ലാക്ക് സോയിലാണ്. നല്ല നീർന്ന് കിടക്കുന്ന പരുത്തിപ്പാടാണിത്. അപ്പോൾ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ നിറയെ കാടാണ്. നമുക്ക് ഇതിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. ഇതാണ് സംഭവം. നമ്മുടെ ഇവിടെ എത്താനായിട്ട് കുറച്ചൊന്ന് ലേറ്റായിപ്പോയി. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആ ചെണ്ടുമല്ലി കണ്ടപ്പം അവിടെ കുറച്ചധികം സമയം നിന്നുപോയി. ഇതാണ് സൺഫ്ലവർ. അത്യാവശ്യം നല്ല വലിയ സൺഫ്ലവർ തന്നെയാണ്. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന എയർപോർട്ടാണ് കേട്ടോ, ഗുൽബർഗ എയർപോർട്ടാണ്. ഇതാണ് ഇവിടുത്തെ മെയിൻ റോഡ്. നമ്മുടെ കൂടെ 2 ഇൻചാർജുമാരും കൂടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഗുൽബർഗ എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പൂക്കളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കും. കുറച്ച് വെയില് ഇതായിപ്പോയി, വെളിച്ചൊക്കെ കുറഞ്ഞു. അതിന്റെ ചെറിയൊരു സൺസെറ്റ് നമ്മൾ ആദ്യത്തെ ആ ചെണ്ടുമല്ലിയുടെ അവിടെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തു പോയി. അതാണ് പറ്റിയത്. നമുക്ക് ഇതിൻ്റെ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല, എഡിറ്റ് ചെയ്യുമ്പോൾ അറിയാം. എന്തായാലും വലിയ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ ഞങ്ങൾ നിങ്ങൾക്കിത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ. ബൈ ബൈ.